ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ മൊബൈൽ ഇതേപോലെ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡോളം വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 7 മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പേർഷ്യൻ കാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ ക്യാറ്റിന് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. 3000 ആണ് ഈ ഫീമെയിൽ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 7 മാസം പ്രായമായിട്ടുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബ്രീഡേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. വീഡിയോമൊന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോമ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ മോർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ആ മോർമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ എല്ലാവരുടെയും നമ്പർ കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബീഗിളിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആ പേരൻസിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് KCI സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത് പപ്പീസ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 22,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. വിത്തൗട്ട് KCI സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 18,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള പപ്പീസ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ 2 മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 നല്ല അടിപൊളി ഹസ്കിയുടെ മെയിൽ പപ്പീസ്. ഇതിൻ്റെ മദറിൻ്റെ ഫോട്ടോ ആണ് ഇത്. മദറും ഇത് വന്നിരിക്കുന്നത് ഫാദറാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പാരൻസാണ് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ 2 മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. വിത്തൗട്ട് KCI ആണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCIയിൽ 30,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഇതിൻ്റെ പ്ലേസ് എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീഡറുടെ നമ്പറും അതുപോലെ തന്നെ പ്ലേസും എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 30,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 2 മെയിൽ പപ്പീസാണ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള 2 ഹസ്കിയുടെ മെയിൽ പപ്പീസ്. അപ്പോൾ ഹസ്കിയുടെ മെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. പാരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 30,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മെയിൽ കാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 14 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ സ്റ്റഡ് മെയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഹെയർ ക്വാളിറ്റിക്ക് ഉള്ളൊരു ക്യാറ്റ്. ഇതിന് വെറും 2,500 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കാണുമ്പോൾ മനസ്സിലാവും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 2,500. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ബുള്ളിയുടെ ഒരു 3 മാസം പ്രായമുള്ളൊരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ക്ലാസിക്കാണ് വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 16,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 3 മാസമായിട്ടുള്ള നല്ല അടിപൊളി ഒരു അമേരിക്കൻ ബുള്ളിയുടെ മെയിൽ പപ്പി 16,000 രൂപയാണ് ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പാരൻറ്റ് ലൈൻ വരുന്നതാണ്, ക്ലാസിക് ലൈൻ. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേരൻസിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പപ്പിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. 16,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വാട്സപ്പ് ഓൺലിയാണ് നമ്പർ വന്നിരിക്കുന്നത്. അതുപോലെ ബ്രീഡറുടെ പ്ലേസ് നമ്മൾ എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. 5ാമത്തെ സെക്ഷനായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ 3 മാസമായിട്ടുള്ളൊരു മെയിൽ പപ്പി. ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത്. മദറിനും ഫാദറിനും വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി അമേരിക്കൻ പുള്ളിയുടെ ക്ലാസിക് ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമുള്ളത്. അർജൻറ്റ് സെയിലാണ്. 16 രൂപയാണ് 16,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്.
എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഡോഗ്സ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മിനിയേച്ചർ പോമിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 7 മാസം പ്രായമുള്ളത്. ഇതിന് 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡാഷ് കണ്ട് ക്രോസ് ആയിട്ടുള്ളൊരു ഫീമെയിലും വന്നിട്ടുണ്ട്, 1 വയസ്സ് പ്രായമുള്ളത്. അത് ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിനിയേച്ചർ പോമിൻ്റെ മെയിൽ 3000 രൂപ, 7 മാസം പ്രായമുള്ള മെയിൽ ഡോഗ്. അതേപോലെ ഡാഷ് കണ്ടിൻ്റെ ക്രോസ് 1 വയസ്സായത് ഫീമെയിൽ ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡാഷ് കണ്ടിനെ എടുത്ത് നോക്കാൻ വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഫ്രീ ആയിട്ട് ഓപ്ഷൻ. അതേപോലെ മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ അത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ ലാബിൻ്റെ ഫീമെയിൽ പപ്പി. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ലാബിൻ്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. ബ്ലാക്ക് കളർ ലാബിൻ്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ലാബിൻ്റെ ഫീമെയിൽ പപ്പി മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഡാഷ് കണ്ടിൻ്റെ ഒരു ഫീമെയിലാണ്, 1 വയസ്സ് പ്രായമുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഡാഷ് കണ്ടിൻ്റെ ഫീമെയിൽ തൃശ്ശൂരാണ് ലൊക്കേഷൻ. 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജാക്ക് റസലിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 13000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം 13000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ ജാക്ക് റസലിൻ്റെ പപ്പീസൊക്കെ നല്ല റേറ്റ് കുറവാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫിക്കറ്റ് 13000 രൂപ. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീഡറുടെ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് ഓൺലൈനാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ജാക്ക് റസലിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പപ്പീസ്. 13000 രൂപയാണ്, വെറും 13000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. വിത്ത് KCI സർട്ടിഫൈഡ് പപ്പീസുകൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല കിറ്റൺസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഹിമാലയൻ്റെ കിറ്റൺസാണ് വന്നിരിക്കുന്നത്. മെയിൽ കിറ്റൺസ് ഉണ്ട്, ഫീമെയിൽ കിറ്റൺസ് ഉണ്ട്. ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 3500 രൂപയാണ്. ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഹിമാലയൻ പേർഷ്യൻ കാറ്റിൻ്റെ കിറ്റൺസ്, മെയിൽ കിറ്റൺസ് ഉണ്ട്, ഫീമെയിൽ കിറ്റൺസ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഒരു കിറ്റൻ്റെ റേറ്റ് അവർ 3500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഹിമാലയനാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയാണ് പ്രോപ്പർ ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ
അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും റോഡ് വീലറിൻ്റെയും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ഇതിനവർ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 5000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡും റോഡ് വീലറും ക്രോസ് ആയിട്ടുള്ള പപ്പീസ്. കാസർഗോഡാണ് ലൊക്കേഷൻ. 5000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. കൂടുതലും റോഡ് വീലറിൻ്റെ ഒരു ക്യാരക്ടറായിരിക്കും വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ പാച്ചൊക്കെ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് കൂടുതലും. അപ്പോൾ നല്ല ഒരു ബ്രീഡായിരിക്കും. ക്രോസ് ബ്രീഡ് വരുമ്പോൾ ജർമ്മനും അതേപോലെ റോഡ് വീലറും ക്രോസ് ആയിട്ടുള്ള പപ്പീസ് നല്ല അടിപൊളി പപ്പീസുകളായിരിക്കും വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 45 ദിവസം പ്രായമുള്ള അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സുകൾ. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 350 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് അസീലുകളിലൂടെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള അസീലുകൾ വളർത്തുന്ന ഒരു ബ്രീഡറും കൂടിയാണ്. അപ്പോൾ അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പാരൻസിൻ്റെ സ്റ്റോക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. 350 രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. 40-45 ദിവസം പ്രായമായിട്ടുള്ള അസീലിൻ്റെ വെത്തുക്കാലിൻ്റെ ചിക്സ് 350 രൂപയാണ് പീസ് റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് അവരുടെ ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഡൽട്ടും അസീലുകളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ അസീലുകൾ, ഫാൻസി കോഴികൾ, നാടൻ കോഴികൾ, മറ്റു കോഴികളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം ഒരു 30-40 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതുപോലെ പെറ്റ്സിൻ്റെ റേറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങളുടെ സ്ഥലം കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത്. അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സ് 350 രൂപ. അടുത്തത് നമുക്ക് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്നാണ് നമുക്ക് ഒരു ഗോൾഡൻ റിട്രീവറിനും പോമറേനിയനും ക്രോസ് ആയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ക്രോസ് പപ്പി നല്ലൊരു പപ്പിയാണ് വന്നിരിക്കുന്നത്. ക്രോസ് പപ്പിയാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ റിട്രീവറും പോമറേനിയനും ക്രോസ് ആയിട്ടുള്ളൊരു പപ്പി, ഫീമെയിൽ പപ്പിയാണ്. ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. നിലമ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ വഴി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.